ഇന്ന് നമ്മൾ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് അരി അരക്കുകയോ അല്ലെങ്കിൽ ചോറോ തേങ്ങ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പം ഉണ്ടാക്കാം. അരമണിക്കൂർ മാത്രം മതി കേട്ടോ ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ടുള്ള ഒരു ടൈം. എങ്ങനെയാണ് ഈ ഒരു അടിപൊളി അപ്പം റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാണ്, നൈസായിട്ടുള്ള പത്തിരിപ്പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊക്കെ ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാവ് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തീയൊന്ന് ഓണാക്കി വെച്ചിട്ട് തീയൊന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവൊന്ന് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുറുക്കി വന്നോളും. വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് കുറുകി കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അരിപ്പൊടി ഇതാ ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറു ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇതാ നമ്മൾ കുറുക്കി എടുത്തിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ. ചൂട് ആറാണീൻ്റെ മുന്നേ തന്നെ നമ്മളിത് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു നല്ല ചൂട് മാറി ചെറിയൊരു ചൂടിൽ. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള മാവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. എന്നിട്ടിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു മയം ഉണ്ടാവും കേട്ടോ അപ്പം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാത്രം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ എന്ത് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു ടൈം മാത്രം മതി. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻറ്റേഷനായിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്ക് മാവ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും അതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിലും കൂടി ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് വക്ക് മുരിഞ്ഞ് കിട്ടുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വക്ക് മുരിഞ്ഞ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ചട്ടിയിൽ ചുട്ടെടുത്തിട്ട് പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം ആദ്യം ചുട്ടത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വെക്കണ്ട. എല്ലാം ഞാനിതവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടി മാറ്റിയിട്ട് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കണ്ടില്ലേ, വക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കുറച്ച് പഴയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇളകി വരുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളത് പുതിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മളൊന്ന് ചുട്ടെടുത്ത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് രാവിലെ നമുക്ക് ഒരു അരമണിക്കൂറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള വക്ക് മുരിഞ്ഞിട്ടുള്ള നല്ല അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു റെസിപ്പി നമ്മൾ പിന്നീട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.